ഇബ്നുൽ ലൈസ് തങ്ങളെ മരണപ്പെട്ടപ്പോ മദീനയിലെ സൂര്യന് വല്ലാത്ത പ്രകാശം കത്തിജ്വലിച്ചു നിൽക്കുകയാണ്. അന്നത്തെ ദിവസത്തെ സൂര്യന് വല്ലാത്ത പ്രകാശം. അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചു, ജിബ്രീൽ, ഇന്നെന്താണ് ജിബ്രീലേ സൂര്യന് ഇത്ര വലിയ പ്രകാശം? അല്ലാഹുവിന്റെ റസൂലേ, ഇന്നാലിന്നൊരു സ്വഹാബി മദീനയിൽ മരണപ്പെട്ടിട്ടുണ്ട്. അല്ലാ എന്തേ ജിബ്രീലേ? ആ സ്വഹാബി മരണപ്പെട്ടപ്പോ സൂര്യൻ ഇങ്ങനെ പ്രകാശിക്കുന്നത് എന്തിനാ? അപ്പോഴാണ് മഹാനായ സയ്യിദുനാ ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ മറുപടി, നബിയേ, അദ്ദേഹം ഒരു സൂറത്ത് ജീവിതത്തിൽ ധാരാളമായി പാരായണം ചെയ്തിരുന്നു. ഏതാണ് ആ സൂറത്ത്? അതാണ് സൂറത്തുൽ ഇഖ്ലാസ്. എല്ലാ സമയവും അദ്ദേഹത്തിന്റെ നടത്തത്തിലും അദ്ദേഹത്തിന്റെ ഇരുത്തത്തിലും അവിടുത്തെ ഉറക്കിലും അവിടുത്തെ കിടത്തത്തിലും അവിടുത്തെ നടത്തത്തിലും അവിടുത്തെ സർവ്വസമയങ്ങളിലും സൂറത്തുൽ ഇഖ്ലാസ് ഇങ്ങനെ പാരായണം ചെയ്തിരുന്ന അബ്ദുല്ലാഹി ഇബ്നുൽ ലൈസ് റളിയല്ലാഹു അൻഹു അവർ മരണപ്പെട്ടപ്പോ സൂര്യന് വല്ലാത്ത പ്രകാശമാണ് നബിയേ. അള്ളാഹിന്റെ റസൂലാണെങ്കിൽ ഒരു മാസം വഴി ദൂരമുള്ള ഒരു യുദ്ധമുഖത്താണുള്ളത്. യുദ്ധത്തിന്റെ ഇടയിലാണ് അള്ളാഹിന്റെ റസൂൽ ചോദിക്കുന്നത്. മുഅത്തദ് യുദ്ധമോ മറ്റോ ആണ് എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ. ഒരു മാസം യാത്ര ചെയ്യണം അവിടുന്ന് അവിടത്തേക്ക് മദീനയിലെത്താൻ. ജിബ്രീൽ അലൈഹിസ്സലാം ചോദിച്ചു, നബിയേ, ആ മയ്യത്ത് നിസ്കാരത്തിൽ നിങ്ങൾക്ക് പങ്കെടുക്കാൻ ആഗ്രഹമുണ്ടോ? ഉണ്ട് ജിബ്രീൽ, ഉണ്ട്. എല്ലാ ദിവസവും സൂറത്തുൽ ഇഖ്ലാസ് പാരായണം ചെയ്ത അദ്ദേഹം മരണപ്പെട്ടപ്പോ ആ മഹാനായ സ്വഹാബിയുടെ പേരിൽ മയ്യത്ത് നിസ്കരിക്കാൻ എനിക്ക് ആഗ്രഹമുണ്ട്. സയ്യിദുനാ ജിബ്രീൽ അലൈഹിസ്സലാം സൂര്യനെ ഒന്ന് അതേ ഭൂമിയെ ഒന്ന് ചുരുക്കിയത്രേ. ഭൂമിയെ തന്റെ കയ്യിലേക്ക് ഒന്നെടുത്ത് ചുരുക്കിയത്രേ. ഒന്നങ്ങ് പിടിച്ചപ്പോ ഒരു മാസം വഴി ദൂരമുള്ള ദൂരത്ത് നിന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഞൊടിയിടയിൽ മദീനയിലെത്തുന്നു. മയ്യത്ത് നിസ്കാരത്തിന് നേതൃത്വം കൊടുക്കുന്നു. തിരിച്ച് യുദ്ധമുഖത്തേക്ക് എത്തുന്നു. മാഷാ അല്ലാഹ്, മഹാന്മാര് അവരുടെ ഗ്രന്ഥങ്ങളിൽ ഈ ഹദീസ് രേഖപ്പെടുത്തി വച്ചിട്ടുണ്ട്. ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ള മഹാന്മാര് രേഖപ്പെടുത്തി വെച്ച ഹദീസാണ്. മാഷാ അല്ലാഹ്, സൂറത്തുൽ ഇഖ്ലാസിന്റെ മഹത്വമാണ്. ഇഖ്ലാസ് പാരായണം ചെയ്ത ഒരാൾ അയാൾ അല്ലാഹ് വെറുതെയാക്കൂല. ഖുർആൻ ഓതാൻ അറിയാത്ത ഉമ്മമാരില്ലേ, ഉപ്പമാരില്ലേ? എത്ര ആളുണ്ട്? ഒരുപാട് ആളുകളുണ്ട്. ഖുർആൻ ഓതാൻ അറിയില്ല, ചെറുപ്പത്തില് പഠിച്ചിട്ടില്ല. അവരെന്തിനാ ബേജാറാവണം? അവര് സൂറത്തുൽ ഇഖ്ലാസ് പാരായണം ചെയ്യണം. അതറിയാത്ത ആരുണ്ടാവില്ലല്ലോ. അത് ധാരാളം പാരായണം ചെയ്യാ. അതിങ്ങനെ ഓതിക്കൊണ്ടേയിരിക്കുക. ഇരുത്തത്തിലും നടത്തത്തിലും കിടത്തത്തിലും ഒക്കെ സൂറത്തുൽ ഇഖ്ലാസ്. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ആ സൂറത്തുൽ ഇഖ്ലാസ് ആണ് നമ്മളിപ്പോൾ ഇവിടെ പാരായണം ചെയ്യുന്നത്. ഇനി 200 തവണ പാരായണം ചെയ്യാനുണ്ട്. എല്ലാവരും